മെയ് 25 ഞായറാഴ്ച. യോഹന്നാൻ 14:23 മുതൽ 29 വരെ വാക്യങ്ങൾ. ഫാദർ ആബേൽ CMI രചിച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഗായകരിൽ ഒരാളായ യേശുദാസ് ആലപിച്ച വളരെ പ്രശസ്തമായ ഒരു ഭക്തിഗാനമുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരിഞ്ഞു. ദൈവത്തെ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു, സമുദ്രവും മരുഭൂമിയും കടന്ന് ഞാൻ പോയി, പക്ഷെ അവനെ കണ്ടെത്താനായില്ല. മണലിൽ അവൻ്റെ കാൽപ്പാടുകളും ആകാശത്ത് അവൻ്റെ വാസസ്ഥലവും ഞാൻ തിരഞ്ഞു. കാട്ടിലെ നീരുറവകളും ആകാശത്ത് പറക്കുന്ന പക്ഷികളും പറഞ്ഞു, നമുക്കവിടെ ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ലെന്ന്. അവസാനം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു, അവിടെ ഞാൻ അവനെ കണ്ടെത്തി. ദൈവത്തിൻ്റെ രൂപം സ്നേഹമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടൊപ്പം വസിക്കും. എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദം മോനൻ എന്നാണ്. ഇതിനു മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ധാരാളം മോനായി, അതായത് വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ മുറികളുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ വാഗ്ദാനം ചെയ്യുന്നത് പിതാവും പുത്രനും നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മോടൊപ്പം അവരുടെ ഭവനം നിർമ്മിക്കുമെന്നാണ്. അതിനാൽ സ്വർഗത്തിലായാലും ഭൂമിയിലായാലും ദൈവം നമ്മോടൊപ്പമുണ്ട്. തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വേരുകൾ പഴയ നിയമത്തിൽ കാണാം. സമാഗമന കൂടാരത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും രൂപത്തിൽ ദൃശ്യപരമായി അത് കാണാം. ഈ കെട്ടിടങ്ങൾ മനുഷ്യ കൈകളാൽ നിർമ്മിച്ചതാണെങ്കിലും അവ അളക്കാനാവാത്ത വിധം വിശുദ്ധമായിരുന്നു. കാരണം ദൈവം അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് വസിച്ചിരുന്നു. മഹാപുരോഹിതന് മാത്രമേ അവിടേക്ക് പ്രവേശനം അനുവദനീയമുണ്ടായിരുന്നുള്ളൂ. പാപ പരിഹാര ദിനത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉള്ള അനുവാദമായിരുന്നു അത്. എന്നാൽ യേശുവിൻ്റെ മരണത്തോടുകൂടി അതിവിശുദ്ധ സ്ഥലത്തെ സംരക്ഷിക്കുന്ന തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറപ്പെട്ടു. മഹാപുരോഹിതന് മാത്രമല്ല, ദൈവത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും അവിടുത്തെ സാന്നിധ്യത്തിൽ പൂർണ്ണ പ്രവേശനമുണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു തന്നെ ഒരു ആലയമായി പരാമർശിക്കുന്നു. പൗലോസ് ശ്ലീഹ ക്രിസ്ത്യാനികളെ ദൈവത്തിൻ്റെ ആലയമായി പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും പിതാവും തന്നെ സ്നേഹിക്കുകയും അവൻ്റെ വചനം പാലിക്കുകയും ചെയ്യുന്നവരുടെ അടുക്കൽ വന്ന് അവരോടൊപ്പം വസിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. പണ്ട് ദൈവം കൂടാരത്തിലും ദേവാലയത്തിലും വസിച്ചതുപോലെ ഇന്ന് നമ്മിൽ വസിക്കുന്നു. ഹൃദയം ഉള്ളിടത്താണ് വീട് എന്ന് നമ്മൾ പറയുന്നു. അതായത് വീട് നമ്മൾ പ്രിയപ്പെട്ടവരോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ സ്നേഹിക്കുകയും തിരിച്ച് സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലം. അവർ നമ്മെ ഏറ്റവും നന്നായി അറിയുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് വീട്. ഇവിടെയും സ്വർഗത്തിലും നാം സ്നേഹിക്കുകയും പകരം സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലം യേശു വാഗ്ദാനം ചെയ്യുന്നു.
അത് തീർച്ചയായും വലിയൊരു അനുഗ്രഹമാണ്. കർത്താവിനോടൊപ്പമുള്ള ഇടമാണ് വീട്. ഇപ്പോൾ നമ്മൾ കർത്താവിനോടൊപ്പമുണ്ട്, എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.